ആവോലി മീൻ കുരുമുളകിട്ട് വറ്റിച്ചത് ഉണ്ടാക്കാം. അതിനായി ഒരു മീഡിയം ആവോലി മീൻ കഴുകി വൃത്തിയാക്കി സ്ലൈസായി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു 25 കുഞ്ഞുള്ളി ചതച്ചത്, ഒരു മീഡിയം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, 3 അല്ലി കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികൾ: മുളക് പൊടി, ഇതിൽ കൂടുതൽ കുരുമുളക് പൊടിയാണ് വേണ്ടത്. കുരുമുളക് പൊടി, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ, ചേർക്കേണ്ട ഉലുവയുടെ പൊടി. ഒരു സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. പാത്രം ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചുറ്റിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. അതിലേക്ക് ചാച്ചി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. അതൊന്ന് ഇളക്കുന്ന വഴറ്റാം. ഉള്ളിയൊക്കെ ഒരുവിധം വഴറ്റിട്ടുണ്ട്. ഈ സമയം നമുക്ക് സൈഡിലോട്ടാക്കി മസാലപ്പൊടികൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ ഓയിൽ കിടന്നതൊന്ന് വഴലട്ടെ. മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം ഇതിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമാക്കി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. തക്കാളി എല്ലാം വെന്ത് നല്ല കുറുകിയിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് പുളിവെള്ളം ചേർക്കാം. പുളിയും തക്കാളിയും എല്ലാം ഈ മസാല കിടന്നൊന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. അടപ്പ് തുറക്കാം. പുളിയും പുളിവെള്ളം എല്ലാം നല്ലതുപോലെ ഈ സമയം നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഈ സമയം ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അതൊന്ന് ചെറുതായി ഇളക്കി കൊടുത്ത് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവോലി മീൻ ഓരോ കഷ്ണമായി പെറുക്കിയിടാം.
ഇത് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എല്ലാം ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ. ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. എന്ത് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. ഒന്ന് ചുറ്റി കൊടുക്കാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. കറിയൊക്കെ ഏകദേശം വെന്ത് കുറുകിയിട്ട് ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 2 കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. ആവോലി മീൻ കുരുമുളക് ഇട്ടത് റെഡി. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ആവോലി മീൻ കുരുമുളകിട്ട് വരട്ടിയത് റെഡി.